ക്രൈസ്തവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 27 മുതൽ 31 വരെയുള്ള വചനഭാഗങ്ങളാണ്. സമാധാനം ആഗ്രഹിക്കാത്തവരായി ഭൂമിയിൽ ആരുമില്ല. മനുഷ്യരായ നാം സമാധാനം ആഗ്രഹിക്കുന്നു. കൂടുതലായി ദൈവിക സമാധാനം നാം ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും ചെയ്യുന്നു. സമാധാനം കൈവരിക്കണമെങ്കിൽ നമുക്ക് ആശ്വാസം ലഭിക്കണം. ക്രൈസ്തവർക്ക് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ നൽകുന്ന വാക്കുകളാണ് എപ്പോഴും ക്രിസ്തുവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗവും ആശ്വാസത്തിൻ്റെ വചനങ്ങളാണ് ക്രിസ്ത്യാനികളായ നമുക്ക് നൽകുന്നത്. ക്രിസ്തുവിനെ അനുകരിക്കുന്ന നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് ആശ്വാസമാകാനും ആശ്വാസം ഏകുവാനുമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സമാധാനത്തിൻ്റെ ദൂതരാകുവാനും സമാധാന ദൂതരായി മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുവാനും. ഇതെങ്ങനെ സാധിക്കും എന്ന പ്രസക്തി അർഹിക്കാത്ത ചോദ്യത്തിന് ക്രിസ്തു നൽകുന്ന മറുപടി നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് മാത്രമാണ്. ദൈവസ്നേഹം അനുഭവിക്കുവാനും എരിയുന്ന തീനാളമായി മറ്റുള്ളവരുടെ മുന്നിലേക്ക് മാറാനും ക്രിസ്തു അനുദിനം നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് മുന്നേ കടന്നുപോയ പൂർവികരും വിശുദ്ധ ജീവിതം നയിച്ചവരും സമാധാനം സ്ഥാപിക്കുകയാണ് ചെയ്തത്. അഷ്ടസൗഭാഗ്യങ്ങളിൽ പറയുന്നത് പോലെ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവദൂതന്മാർ എന്ന് വിളിക്കപ്പെടും. നാം ഓരോരുത്തരും ജീവിക്കുന്ന ദൈവദൂതന്മാരാകണം. അപരൻ്റെ കണ്ണിലെ, വിശക്കുന്നവൻ്റെ കണ്ണിലെ ദൈവദൂതന്മാരാകണം. അതിന് നമ്മെ സഹായിക്കുന്നത് ആകണം നമ്മുടെ പ്രാർത്ഥനകളും പ്രായശ്ചിത്ത പ്രവർത്തനങ്ങളും പുണ്യപ്രവർത്തനങ്ങളും. ക്രിസ്ത്യാനിയെ മറ്റുള്ളവർ അളക്കുന്നത് അവൻ്റെ പ്രവർത്തികൾ കണ്ടിട്ടാണ്. ക്രിസ്തു പഠിപ്പിച്ച മാർഗത്തിലൂടെയാണ് അവൻ ചരിക്കുന്നത് എന്നതാണ് അവരുടെ അളവുകോൽ. ഈ അളവുകോലിൽ നാം പലപ്പോഴും താഴ്ന്നിറങ്ങി ഇടുങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ്. ഇന്നത്തെ അവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ സമാധാനത്തിൻ്റെ ദൂതരായി മാറുന്നവരൊക്കെ പലയിടങ്ങളിലായി ആക്രമിക്കപ്പെടുന്നു. ലോകത്ത് പലയിടങ്ങളിലായി യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് വർഷങ്ങൾ പിന്നിടുന്നു. ഒരുപാട് സമാധാന ചർച്ചകളും ഒത്തുതീർപ്പ് ചർച്ചകളും നടക്കുന്നുണ്ടെങ്കിലും ഒന്നും ശരിയാകുന്നില്ല. കാരണം അധികാരം തലയ്ക്ക് പിടിച്ച അധികാരികൾ നാട് ഭരിക്കുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് സമാധാനം അനുഭവിക്കേണ്ടി വരില്ല എന്നത് തീർച്ചയാണ്. ഇന്ന് യുദ്ധം നടക്കുന്ന യുക്രൈനിലും റഷ്യയും പാലസ്തീനും ഇസ്രായേലും അവിടെയൊന്നും നമുക്ക് അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ യുദ്ധമില്ല, എന്നാൽ നാം സമാധാനത്തോടു കൂടിയാണോ ജീവിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കാം. അങ്ങകലെ മണിപ്പൂർ എന്ന സംസ്ഥാനം കത്തിയമരാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ആരാധനാലയങ്ങൾ അഗ്നിയാക്കപ്പെട്ടു. നശിപ്പിക്കപ്പെടുന്ന അൾത്താരകളും ക്രൂശിത രൂപങ്ങളും വിശ്വാസികൾക്ക് മുമ്പിൽ തീരാത്ത ദുഃഖമായി മാറിക്കൊണ്ടിരിക്കുന്നു. മതപരിവർത്തനം എന്ന ഇല്ലാത്ത കുറ്റം ചുമത്തി മിഷണറിമാരെയും വൈദികരെയും തെരുവുകളിൽ ചവിട്ടിമെതിക്കുന്നു. ക്രൈസ്തവ സ്കൂളുകളും നമ്മുടെ ആരാധനാലയങ്ങളും നശിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഇപ്പോഴും പറയുന്നു ഇന്ത്യയിൽ യുദ്ധമില്ല. എന്നാൽ അതിനേക്കാൾ ദൃഢനിശ്ചയത്തോടെ വീണ്ടും പറയുന്നു ഇന്ത്യയിൽ സമാധാനവുമില്ല. സമാധാന ദൂതനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സമാധാനമായ അങ്ങേ രാജ്യം പോലെ സ്വർഗീയ സന്തോഷം മാത്രം അനുഭവിക്കുവാൻ ഉതകുന്ന തരത്തിൽ ഞങ്ങളുടെ സമാധാന രാജാവായി അങ്ങ് വാഴണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.